ഹലോ ഫ്രണ്ട്സ്, കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുൻ്റെയും മീനുവിൻ്റെയും ആ ഒരു ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ പ്രഭാവതിയും കാഞ്ചനയും കൂടി നേരെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഒരേ ബഹളമാണ്. അങ്ങനെ അവരാരും അറിയാതെ തന്നെ രാവിലെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് നിൽക്കും എല്ലാവരുമായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയണേ സംശയിക്കാനുള്ള ഇടം ഇല്ലയെന്ന് തോന്നുന്നു. ഞാനെന്തായാലും ഫോണിൽ വിളിച്ചപ്പോഴത്തേക്കും അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകാൻ വണ്ടിയിലിരിക്കുക എന്നാണ് പറയണേ. എന്തായാലും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയണേ ഇവിടെ വെച്ച് എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എൻ്റെയും നിൻ്റെയും കഴുത്ത് എപ്പോഴും അവർ മുറുക്കി പിടിച്ചെന്ന് ചോദിച്ചാൽ മതി എന്നിങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ് ചിരിക്കുക കേട്ടോ. അങ്ങനെ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് സാരയില്ല, ഇനിയിപ്പോൾ അവരറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്ന് കാണുമല്ലോ. എന്തോ അവരുടെ കാര്യങ്ങളല്ലേ, പറയാൻ പറ്റത്തില്ല. മോളെ അഖിലേ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് നിൻ്റെ ചേച്ചീനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു പറയുമ്പോൾ അഖില മടിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാം അവൾക്ക് എന്താ നാണോ നോക്കിക്കേ ചോദിച്ചപ്പോഴത്തേക്കിനും എന്തിനാ നാണിക്കുന്നത്, നിൻ്റെ ചേച്ചിയല്ലേ, നീ വിളിച്ച് ചോദിക്കും കാര്യം എന്തായെന്ന്. അങ്ങനെ ഭയങ്കര നാണത്തോടു കൂടി അഖില അവിടുന്ന് നേരെ മുറിയിലേക്ക് പോയി ഫോണെടുത്ത് നമ്മുടെ മീനുവിനെ വിളിച്ച് ചോദിക്കട്ടോ കാര്യങ്ങളൊക്കെ. ചേച്ചി എന്തായി ഇന്നലത്തെ കാര്യമെന്നൊക്കെ. അപ്പം മീനു ആദ്യം ഒന്നും വിട്ട് പറയുന്നില്ല. അപ്പോൾ മീനു പറയണേ എന്താവാൻ, ഒന്നും നടന്നില്ല, ഒന്ന് പോടി എണീറ്റ്. ഒന്നും നടന്നില്ലെന്നോ? കഷ്ടപ്പെട്ട് മുത്തശ്ശന് വയ്യാന്നും പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് മാറ്റി നിർത്തിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, എന്നിട്ടും ഒന്നും നടന്നില്ലേ? ഇന്നലെ എങ്ങനെയാണ് ബെഡിൽ തലയണി എടുത്ത് വെച്ചിട്ടാണോ കിടന്നത്? അതെന്നെ മാറ്റി നമ്മൾ, എന്നാലും സ്പേസ് ഉണ്ടായിരുന്നല്ലോ, അതൊന്നും നിങ്ങൾ മാറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അഖില വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മീന് പറഞ്ഞ് അതൊക്കെ നടന്നു കേട്ടോ, നമ്മൾ ഇന്നലെ രാത്രി മുതൽ പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഖിലേക്ക് നല്ല സന്തോഷമാവുകയാണ്. അങ്ങനെ മീനുവും ഫോൺ വയ്ക്കുകയാണ്, എനിക്കിവിടെ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ നാണം കൊണ്ടിട്ടോ. അപ്പം ഇവിടെ വന്ന മുത്തശ്ശനോടും മുത്തശ്ശിയുടെ ഒക്കെ പറയുന്നുണ്ട് അവർ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയുന്ന. നന്നായി, സന്തോഷമായി. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ചാടിക്കറി വീട്ടിൽ ഇന്നിപ്പോൾ രാവിലെ പോകാൻ നിൽക്കേണ്ട, വൈകിട്ട് വീട്ടിലെത്തത്തക്ക രീതിയിൽ ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയാൽ മതി എന്നും പറഞ്ഞ് മുത്തശ്ശി അവരെ എല്ലാവരെയും അവിടെ പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ അഖിലയും ഗൗതമും കൂടി ഇങ്ങനെ നോക്കി നിൽക്കണം. മുത്തശ്ശൻ അവരെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഇവരുടെ ഊഴമാണല്ലോ എന്നും പറഞ്ഞാണ് ചിരിക്കുന്നത്. അപ്പോൾ അഖിലയ്ക്കും ഗൗതത്തിനും മുത്തശ്ശൻ്റെ നോട്ടവും ചിരിയും കണ്ടിട്ട് മനസ്സിലാവണം, അയ്യോ ഞങ്ങളൊന്നും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഓടുക കേട്ടോ അവിടുന്ന്. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുകയാണ് ഇവർക്ക് എന്ത് പറ്റി? നീ എടാ മണ്ട, നീ വലിയ ബുദ്ധിമാനല്ലേ, നിനക്കത് മനസ്സിലായില്ലേ? പിള്ളേർക്ക് എന്താണെന്ന് മനസ്സിലായി, നിനക്കെന്താ മനസ്സിലാവാത്തതെന്ന് ചോദിക്കേട്ടോ. പിന്നെ നീ വലിയ ഐഡിയയുടെ വീരനല്ലേ, എങ്ങനെയെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് ഇവരെ നമുക്കിതുപോലെ ഒന്നിപ്പിക്കണം എന്നിങ്ങനെ അവർ പറയട്ടോ. അങ്ങനെ ആ സന്തോഷം അതെ ശരിയാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ മീനു അടുക്കളയിൽ നിൽക്കുമ്പോൾ മീനുവിൻ്റെ അടുത്തേക്ക് അർജുൻ വരുന്നുണ്ട്. അർജുൻ വന്ന് മീനുവിനെ പിടിക്കുകയും അവരിങ്ങനെ മീനു ഉമ്മ ചോദിക്കുമ്പോൾ മീനു കൊടുക്കാതെ അവിടുന്ന് ഓടുകയാണ് കേട്ടോ. അങ്ങനെ മീനുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അർജുൻ പുറകെ ഓടുവാണ്. മീനു അവിടുന്ന് ഓടി ഹാളിലേക്ക് കയറി വരികയാണ്. ഓടി വരണത് ഇവിടെ കാഞ്ചനയും പ്രഭാവതിയും കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ക്ഷീണിച്ച് അവശയായി ഇങ്ങനെ കയറി വരാൻ കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഓടിക്കൊണ്ട് വന്ന മീനു ഇവരെ ഇടിച്ച് മറിച്ച് തള്ളിയിടും കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് മറിഞ്ഞ് വീഴാണ് അവിടെ. അങ്ങനെ ചാടി എണീറ്റിട്ട് കാഞ്ചനൊക്കെ എന്താടി നീ കാണിച്ച് നീ എന്താ ഓടിക്കളിക്കുകയാണോ, നീ എന്താ കുട്ടിയാണോ കളിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് മീനുവിനെ വഴക്ക് പറയട്ടോ. അർജുനും മീനും കൂടെ ചമ്മി നാറി നിൽക്കുക. അപ്പം ഇവർക്കൊരു സംശയം, ഇവരെന്താ ഇങ്ങനെ അവർ രണ്ടുപേരും കണ്ണിൽ നോക്കി നിന്ന് ചിരിക്കുകയും ആംഗ്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താടാ കാണിക്കുന്നത്, നിനക്കൊക്കെ എന്താ വട്ടായോ? അല്ല ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ അമ്മേ, അതുകൊണ്ടാണ് നമ്മൾ, വീട്ടിലാരും ഇല്ലെങ്കിൽ ഓടിക്കളിക്കുമോ, എന്താ കാണിക്കണേന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയ്ക്കാണെങ്കിൽ മറിഞ്ഞു വീണേൻ്റെ ദേഷ്യവും എല്ലാം കൂടെ ആയിട്ട് മീനുവിന് അവസാനം കയറിപ്പോടാ അർജുനെന്നും പറഞ്ഞ് വഴക്ക് പറയാം കേട്ടോ അമ്മ. അങ്ങനെ അമ്മയാണ് അമ്മയുടെ വഴക്കും കേട്ട് അർജുൻ അകത്തേക്ക് കയറി പോവാണ്. ഇവിടെ മീനു ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ്. മീനുവിനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ മീനു പറയുന്നുണ്ട് അമ്മേ ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കുക, അകത്ത് കയറുന്നതിന് മുമ്പേ ഞാനൊരു സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൊണ്ട് തരാമെന്നും പറഞ്ഞ് 2 ബൗളിലായിട്ട് പായസം കൊണ്ട് വരും കേട്ടോ. മീനു ഈ പായസം കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പായസം, ഇവിടെ എന്താ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറിയൊരു വിശേഷം ഉണ്ടമ്മേ, നാളെ ആവട്ടെ എന്നും പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ജീവിതം, അത് നമ്മൾ ഇന്നലത്തോടെ അതങ്ങ് മാറ്റി വെച്ചു. നമ്മൾ നാളെ അവിടെ നിന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം
നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു അമ്മ ഇന്നലെ എന്നിങ്ങനെ മീനു പറയുമ്പോൾ പ്രഭാവതിയും കാഞ്ചനയും കൂടെ അന്തം വിട്ടു പോയി കേട്ടോ. എന്നിട്ട് പറയാനുണ്ട് 6 മാസത്തിനൊക്കെ ഇവിടെ കുഞ്ഞുങ്ങൾ ഓടി നടക്കണമെന്നല്ലേ അമ്മ പറഞ്ഞത്. അമ്മയാണ് ഇതിനെല്ലാത്തിനും കാരണം. അതുകൊണ്ട് എനിക്ക് അമ്മയോട് ഒരുപാട് നന്ദിയുണ്ട് അമ്മേ എന്നൊക്കെ ഇങ്ങനെ മീനു പറയും കേട്ടോ. അന്തം വിട്ട് നിൽക്കേട്ടോ രണ്ടുപേരും. അയ്യോ, എന്തായാലും നല്ലൊരു കാര്യം തന്നെ അമ്മ ചെയ്യിച്ചത്. ഇനിയിപ്പോൾ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് പായസം കൊടുത്തിട്ട് മീനു അങ്ങ് പോവട്ടെ നാണം കൊണ്ട്. മീനുവിനറിയാം എന്താ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്ത് രണ്ടുപേരുടെയും സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മീനു പോകണം കേട്ടോ. അപ്പോഴത്തേനും കാഞ്ചന പറഞ്ഞു, അമ്മയാണ് എന്നെ എല്ലാത്തിനും കാരണക്കാരി. അവളുടെ ഒരു പായസം അമ്മ നിങ്ങളല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ മര്യാദയ്ക്ക് രണ്ടിടത്ത് ഇരുന്നതായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയാക്കി വെച്ചപ്പോൾ അമ്മയ്ക്ക് സമാധാനമായല്ലോ അല്ലേ എന്നും പറഞ്ഞ് അമ്മയെ വഴക്ക് പറയാനാണ് കേട്ടോ കാഞ്ചന. അപ്പം അത് കഴിഞ്ഞിട്ട് കാഞ്ചന പെട്ടെന്ന് അമ്മയോടും, അമ്മേ ഇവിടെ നടന്ന ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു പ്ലാൻഡ് ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മുത്തശ്ശൻ്റെ അസുഖവും നമ്മളെ അങ്ങോട്ട് വിളിപ്പിച്ചതും ഇതെല്ലാം ഇവരെല്ലാം ഒത്തൊരുമിച്ചിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് കാഞ്ചന പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മഹേന്ദ്രേട്ടൻ വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവർ കാത്തിരിക്കുക കേട്ടോ. അവർ വരുന്നത് ഇവിടെ അഞ്ജലി കലിതുള്ളി നിന്നിട്ട് നമ്മളെ കൂട്ടുകാരന് നല്ല കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ വഴക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാളോട് പറയാണ്, നീ ഉറപ്പായിട്ടും ഇനി അർജുനെ കൊല്ലാൻ വേണ്ടിയിട്ട് നീ ചെയ്യണം എന്ന് പറയാം. ഞാൻ അവനെ ഒത്തിരി സ്നേഹിച്ചതാണ്, എന്നിട്ടും അവൻ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചതാണെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ കൊല്ലാൻ പറയില്ലല്ലോ, നിനക്ക് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ നീ അവനെ കൊല്ലാൻ പറയൂ. അപ്പോൾ അങ്ങനെയല്ല, അവൻ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നീ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ അവനോട് പറയാട്ടോ കൂട്ടുകാരനോട്. അപ്പോൾ അയാൾക്ക് പൈസയൊക്കെ കൊടുത്തെല്ലാം അടുത്ത പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ജലി ഇങ്ങനെ സെറ്റാക്കി വയ്ക്കുവാണ്. ഇവിടെ മുത്തശ്ശനും എല്ലാവരും കൂടെ ഇവിടെ വീട്ടിലേക്ക് വരുവാണ് തിരിച്ച്. അഞ്ജലിയും ഗൗതമും എല്ലാവരും വരാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു ക്ഷീണം ഉള്ളതായിട്ടൊക്കെ അഭിനയിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പ്രഭാവതിയും കാഞ്ചനയും അങ്ങോട്ട് വരുന്നത് കേട്ടോ. പ്രഭാവതിയെ കാണുന്നത് പെട്ടെന്ന് മുത്തശ്ശി അയ്യോ വയ്യേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അഭിനയിച്ചിട്ട്. അപ്പോൾ കാഞ്ചന കണ്ണ് കാണിക്കുന്നുണ്ട്, കണ്ടോ അഭിനയിക്കണ കണ്ടോന്ന്. അപ്പോൾ പ്രഭാവതി വന്ന് മഹേന്ദ്രനോട് ചോദിക്കുന്നു, മഹേന്ദ്രേട്ടാ ഇന്നലെ എന്തുദ്ദേശിച്ചിലാണ് നിങ്ങൾ അച്ഛനെ തറവാട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ അന്തം വിട്ട് പോയി കേട്ടോ. എന്താ മറുപടി പറയാന്നുള്ളത്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്